السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ആദരണീയനായ നമ്മുടെ ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ സയ്യിദ് ഉബൈദുള്ള തങ്ങൾ അവറുകളെ, ബഹുമാനാദരവുകൾ നിറഞ്ഞ വന്ദ്യരായ കുഴിമണ്ണ ഉസ്താദ്, ആദരണീയനായ ദാരിമി താമരശ്ശേരി ഉസ്താദ് അവറുകളെ, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ ജിദ്ദയിലെ സുന്നി പ്രാസ്ഥാനിക രംഗത്ത് നേതൃത്വം വഹിക്കുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ സമാനമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ആഫിയത്തോടെ ദീർഘായുസ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ പുണ്യ ഹറമുകൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കാത്ത നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് അതിനുള്ള അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ മൺമറഞ്ഞു പോയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ടുള്ള പുണ്യകരമായ ഒരു ചടങ്ങിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഒന്നരായ താമരശ്ശേരി ഉസ്താദ് ഇവിടെ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ചും ഷംസുൽ ഉലമയെ കുറിച്ചുമൊക്കെ വളരെ വികാര നിർഭരമായ വാക്കുകളെ കൊണ്ട് ഇവിടെ സംസാരിച്ചു. സത്യത്തിൽ നമ്മുടെ ഉസ്താദുമാരെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ജീവിത ശൈലിയും അവരുടെ ജീവിത രീതിയുമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വികാരം, അവരുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ കണികയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമം, അതാണ് സത്യത്തിൽ ഇത്തരം വേദികളെ കൊണ്ടും ഇത്തരം സദസ്സുകളെ കൊണ്ടും നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ ഉസ്മാൻ ഇരിങ്ങാട്ടിരി സാഹിബ്, അദ്ദേഹം ഇവിടെ കെ ടി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിൽ കെ ടി ഉസ്താദിനെ ആദ്യമായി കാണുന്നത് ഞാൻ ജോലി ചെയ്യുന്ന വെള്ളുവമ്പ്രത്തിനടുത്തുള്ള മഞ്ചേരി കോഴിക്കോട് റോഡിന്റെ പരിസരത്തുള്ള ഒരു പള്ളിയിൽ ലൊഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിരായ കെ ടി ഉസ്താദ് കയറി വന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഇന്ന് ഓർക്കുന്നത്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ പറഞ്ഞു, അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഉസ്താദ് അവറുകള് വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം ശനിയാഴ്ചകളിൽ കൂടുമ്പോ ലൊഹർ നിസ്കരിക്കാൻ ഉസ്താദ് ഇവിടെ എത്താറുണ്ട്. ഇതിലെ പോവുകയാണെങ്കിൽ നിസ്കാരത്തിന്റെ സമയമാണെങ്കിൽ ഉസ്താദ് ഇവിടെ ഈ പള്ളിയിലാണ് കയറാറുള്ളത്. ഒന്ന് പ്രത്യേകമായിട്ട് വളരെ കാലങ്ങൾക്ക് മുമ്പേ, ആ പള്ളിയിൽ ജുമുഅ തുടങ്ങുന്നതിന്റെ മുമ്പേ ഉസ്താദിന് ആ പള്ളിയുമായി ബന്ധമുണ്ട്. പിന്നെ ആ പള്ളി സത്യത്തിൽ നമ്മുടെ സംസ്ഥയുടെ ഒരു പള്ളിയാണ്. അങ്ങനെ ഉസ്താദ് അവറുകൾ അന്ന് അവിടെ കയറി വന്നു. നിസ്കരിക്കാൻ വേണ്ടി ഇമാമത്തിന് ക്ഷണിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ആരാ ഇമാമെന്ന് ചോദിച്ചു. ഞാൻ ഞാനാണെന്ന് പറഞ്ഞു. എന്നാ കയറി നിൽക്കുന്നു. അതിനുശേഷമാണ് അവിടെയുള്ള ഒന്ന് രണ്ട് ആളുകൾ ഉസ്താദിനെ കുറിച്ചും, അതിനു മുമ്പ് ഉസ്താദിനെ കുറിച്ച് കേട്ടു എന്നല്ലാതെ നേരിട്ട് കാണാനോ ഉസ്താദിന്റെ നാട് കാണാനോ അവസരം ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടെയുള്ള കുറച്ച് ആളുകൾ പറഞ്ഞു, അവിടെ ഈ വെള്ളുവമ്പ്രം എന്ന് പറഞ്ഞ ആ പ്രദേശം സത്യത്തിൽ ബീഡി തിരക്കുന്ന ആളുകളുടെ ഒരു പ്രദേശമാണ്. നമ്മുടെ MLA മമ്മുണ്ണി ഹാജിയൊക്കെ സത്യത്തിൽ ആ രംഗത്ത് കുറെ കാലം ജീവിച്ച ആളാണ്, ബീഡി തിരക്കുമായി ബന്ധപ്പെട്ട്. അപ്പൊ 35 വർഷത്തോളം ഈ കരുവാരക്കുണ്ട് പുന്നക്കാട് പ്രദേശത്തൊക്കെ ബീഡി കൊണ്ട് നടന്ന ഒരാള് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, കുറെ പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ഉപയോഗിച്ചൊരു വാക്കാണ്, നമ്മൾ സാധനം കേൾക്കാറുണ്ടല്ലോ മക്കം ഫത്ത് എന്നൊക്കെ, ഇതുപോലെ ഈ കരുവാരക്കുണ്ട് പുന്നക്കാട് പ്രദേശത്തൊക്കെ ഫത്ത്ഹാക്കിയ ആളാണ് സത്യത്തിൽ കെ ടി ഉസ്താദ്. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അവിടെ ബീഡിയുമായി ചെല്ലുന്ന സമയത്ത് പുരുഷന്മാരായ ആളുകൾ, കരുവാരക്കുണ്ടുകാര് ദേഷ്യപ്പെടില്ല എന്ന് മനസ്സിലാക്കുന്നു, ഏതായാലും
പുരുഷന്മാരായ ആളുകളൊക്കെ അവിടെ അങ്ങനെ പീഡകുലായ്മയിൽ ചീട്ടളിച്ചിരിക്കും. പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകും. അങ്ങനെ ഒരു മതപരമായ ചിട്ടയും ശൈലിയും. ഞാൻ അദ്ദേഹം പറഞ്ഞത് ഹിക്കായത്തെയാണ്, നമ്മളെ ഉള്ളാളത്തങ്ങൾ പറഞ്ഞ പോലെ ഹിക്കായത്താണ്. അപ്പൊ അങ്ങനെ ഒരു സത്യത്തിൽ മതപരമായ വിഷയങ്ങളിൽ ഒരു തൽപരത അവരുടെ മനസ്സിലില്ലായിരുന്നു എന്നും പിന്നീട് KT ഉസ്താദിന്റെ ആഗമനം അതോടുകൂടിയാണ് ആ ഭാഗം, ആ പ്രദേശം ഫത്ഹായതെന്നും അതുകൊണ്ട് പുന്നക്കാടൊക്കെ പോയി കാണേണ്ടതാണെന്ന് പറഞ്ഞ് അങ്ങനെ വാക്കോട് ഉസ്താദിനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ SKSF-ന്റെ ആ 89-ന്റെ ആ സന്ദർഭവും അതിനു മുമ്പുള്ള വിഷയങ്ങളെ കുറിച്ച് കേട്ടിട്ട് അങ്ങനെ പുന്നക്കാട് ഒരു ദിവസം ഈ KT ഉസ്താദിന്റെ നാട് കാണുക എന്നുള്ള ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ച് എന്റെ ജീവിതത്തിൽ ഒരു തവണ അവിടെ പോയിട്ടുള്ളൂ. പുന്നക്കാടും അങ്ങനെ ആ ഭാഗത്ത് വാക്കോട് ഉസ്താദിന്റെ വീട്ടിലൊക്കെ പോകാൻ കഴിഞ്ഞു. അപ്പൊ സത്യത്തിൽ ഒരു മനുഷ്യൻ ഒന്ന് അദ്ദേഹം ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യൂ എന്ന ഒരു രീതി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹം നയിച്ച ആ വിപ്ലവത്തിലേക്ക്, അദ്ദേഹം സഞ്ചരിച്ച മാർഗത്തിലേക്ക്, ആ ശരിയായ മാർഗത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ആത്മാർത്ഥമായിക്കൊണ്ട് അദ്ദേഹം അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അതൊരു ഇബാദത്തായിക്കൊണ്ട് അദ്ദേഹം കണ്ടു, ഒരു ഇബാദത്തായിക്കൊണ്ട് മാറ്റി. ഇതാണ് നമ്മുടെ ഒന്നരായ അഭിവന്ദരായ നമ്മുടെ നേതാക്കന്മാർ. അവരുടെ ജീവിതം സംശുദ്ധമായ പരിശുദ്ധമായ ഒരു ജീവിതം. മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു തആല ഉസ്താദിനോടൊപ്പം നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദ് അവരുടെ ജീവിതം സംശുദ്ധമായിരുന്നു, പരിശുദ്ധമായിരുന്നു. ഹലാല് മാത്രം ജീവിതത്തിൽ ഉപയോഗിച്ച് ഹലാലുമായി മാത്രം ബന്ധപ്പെട്ട് ജീവിച്ചു എന്നതുകൊണ്ട് തന്നെ ആ ഒരു മാർഗത്തിലേക്ക് ഉസ്താദ് അവറുകൾ സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ആ സംശുദ്ധമായ മാർഗത്തിലേക്ക് ഒരു വലിയ വിപ്ലവം നടത്താതെ, അതല്ലെങ്കിൽ ഒരു ഘോരഘോര പ്രസംഗം നടത്താതെ തന്നെ ഉസ്താദ് അവറുകളെ സ്നേഹിക്കാനും ഉസ്താദ് അവറുകളുടെ വാക്കുകൾ അംഗീകരിക്കാനും ഉണ്ടാവുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ ഉസ്താദ് അവർക്ക് കഴിഞ്ഞു. ഇതായിരുന്നു നമ്മുടെ നേതാക്കന്മാരുടെ അവസ്ഥ. മഹാരഥന്മാരായ ഇമാമിങ്ങൾ, മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ചൊക്കെ അവർ സഞ്ചരിക്കുന്നിടം തോറും വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്താതെ തന്നെ അവരുടെ ജീവിത ശൈലി കണ്ടറിഞ്ഞുകൊണ്ട് സമൂഹം അവരുടെ പിറകെ, അവരുടെ പിന്നാലെ കൂടി എന്ന് പറയുന്നു. അവർക്ക് കൂടുതൽ അവർക്ക് പ്രവർത്തിക്കാനോ അതല്ലെങ്കിൽ കൂടുതൽ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആശയത്തിന്റെ പ്രചരണം ശക്തമാക്കാനോ ഒന്നും ശ്രമം നടത്താതെ അവർ നേരായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി ആ മാർഗം ജീവിതത്തിൽ അവലംബിച്ചുകൊണ്ട് ജീവിച്ചു എന്നതുകൊണ്ട് തന്നെ അവരുടെ മാർഗത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞു. സത്യത്തിൽ നമ്മളും അതാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ മുൻഗാമികളുടെ മാർഗം ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി, കഴിവിന്റെ അങ്ങേയറ്റം നമ്മുടെ ഉസ്താദുമാരുടെ മാർഗം പിന്തുടർന്നുകൊണ്ട് ജീവിക്കാനുള്ള ശ്രമം, അവരോടുള്ള സ്നേഹം. മഹാനായ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിശ്വാസിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വലിയ മാർഗം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. നാളെ മഹ്ശറയുടെ പ്രയാസങ്ങളും മഹ്ശറയുടെ പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടുത്തെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നും അറിയാതെ പ്രകാശത്തിന്റെ മിമ്പറുകളിൽ, പ്രകാശത്തിന്റെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് മഹ്ശറയിലെ അവസ്ഥകൾ കാണുന്ന ഒരു വിഭാഗത്തെ അള്ളാഹുവിന്റെ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, യഖ്ബിതുഹുൽ അംബിയാ വൽ ഔലിയാ, അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കൾ പോലും ഇവരുടെ ഇരുത്തം കണ്ടിട്ട്, ഇവരുടെ ഇരുത്തത്തിന്റെ ശൈലി കണ്ടിട്ട് അവർക്ക് പോലും മനസ്സിൽ അസൂയ തോന്നും. കാരണം മഹ്ശറയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും അറിയാതെ സുന്ദരമായ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നവരാണവർ. അവരാരാണ്? അള്ളാഹുവിന്റെ ഹബീബ് വിശദീകരിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുമുൽ മുതഹാബ്ബൂന ഫില്ലാഹ്, അള്ളാഹുവിലായിട്ട് സ്നേഹിച്ചവർ. നമ്മൾ പരസ്പരം ഇവിടെ കൂടിയിരിക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണെന്നത് എന്ന പോലെ, അതല്ലെങ്കിൽ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ
സമസ്തയുടെ SVSന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ കൂട്ടായ്മ, നമുക്കിടയിലുള്ള ബന്ധം, നമ്മുടെ ഉസ്താദുമാരോട്, നമ്മുടെ നേതാക്കന്മാരോട്, മുൻകഴിഞ്ഞ നമ്മുടെ ഇമാമിയങ്ങളോടൊക്കെയുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ സ്നേഹം സത്യത്തിൽ അള്ളാഹുവിലായിട്ടുള്ള സ്നേഹമാക്കി കൊണ്ടുമാറ്റാൻ കഴിഞ്ഞാൽ നമുക്ക് ആഖിറത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ട് അതായിരിക്കും. വന്നിരായ നമ്മുടെ തങ്ങൾ, അവർ ഉബൈദുള്ള തങ്ങളോടുള്ള ബന്ധം, അദ്ദേഹം SVSന്റെ ഒരു നേതാവാണ്, അതല്ലെങ്കിൽ അദ്ദേഹം KMCCയുടെ വലിയ നേതാവാണ് എന്നതിനപ്പുറം അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട പ്രവാചക പരമ്പരയിലെ അവിടത്തെ പേരമക്കളിൽപ്പെട്ട ഒരാളാണ് എന്നുള്ള സ്നേഹത്തോടുകൂടി, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബാംഗമാണ് എന്നുള്ള ബന്ധത്തോടുകൂടി, ആ ഒരു കാഴ്ചയോടുകൂടി അദ്ദേഹവുമായി ഇടപഴകാനും അതല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുമായി ഇടപഴകാനും ഒക്കെ നാം ശ്രമിച്ചാൽ അതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം. മഹാന്മാരായ ഇമാമികൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നത് പോലും ഈ ഒരു ലക്ഷ്യത്തിലാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അള്ളാഹുവിലായിട്ടുള്ള സ്നേഹം, അൽ ഹുബ്ബു ഫില്ലാ വൽ ബഗ്ദു ഫില്ലാ, അള്ളാഹുവിലായിട്ടുള്ള ബന്ധം. ഒരു സത്യവിശ്വാസിയെ, നമ്മുടെ സഹപ്രവർത്തകനെ അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ നാം കാണുന്നത്, നമ്മോട് ഇടപഴകുന്നത് സത്യത്തിൽ എന്തിന്റെ പേരിലാണ്? അവൻ വിശ്വാസിയാണ്, മുഅ്മിനാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പരസ്പര സഹോദരന്മാരാണ്, നാളെ ആഖിറത്തിൽ ശഫാഅത്തിന് പോലും അർഹത ലഭിക്കുന്നവരാണ് എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മുടെ സുഹൃത്തുക്കളുമായി നാം ഇടപഴകുമ്പോൾ അത് അള്ളാഹുവിലായിട്ടുള്ള സ്നേഹം നമുക്ക് സ്നേഹമാക്കി മാറ്റാൻ കഴിയും. അതുപോലെയാണ് നമ്മുടെ ഉസ്താദുമാർ. മഹാനായ ശംസുൽ ഉലമയെ നാം സ്നേഹിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രൗഢി, ഇതൊന്നുമല്ലല്ലോ. അദ്ദേഹം അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിച്ച് ദീനീ പ്രചരണ രംഗത്ത് ഒരു ധീരോദാത്തമായ പ്രവർത്തനം നടത്തിയെന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരകനായിക്കൊണ്ട് അദ്ദേഹത്തെ കണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരെ, അതുപോലെ നമ്മുടെ മഹാരഥന്മാരെ കണ്ടുകൊണ്ട് നാം അവരോട് ഉള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ആ അർത്ഥത്തിലുള്ള സ്നേഹസമ്പന്നമായ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിലായിട്ട് സ്നേഹിച്ച് ആ സ്നേഹത്തിലായി ജീവിച്ച് ആ സ്നേഹത്തിലായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ വന്യരായ ഉസ്താദ് ഇവിടെ വരാനുണ്ട്. മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകളെ കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണമാണ് ഇവിടെ നടത്താനിരിക്കുന്നത്. നമുക്കറിയാം, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, വലിയ അൽ വലിയു അൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി ഹസ്ബ മാ യുംകിനു അൽ മുവാലിബു അല ത്വാഅതി അൽ മുജ്തനിബു അനിൽ മആസി അൽ മുഇറിദു അനിൽ ഇൻഹിമാക്കി ഫിൽ ലദാതി വശഹവാത്ത്. വലിയ എന്നതിനെ കുറിച്ച്, ആരാണ് വലിയ? ഒരു വലിയനുണ്ടാവേണ്ട നേട്ടം എന്താണ്? ഒരാൾ എങ്ങനെയാണ് വലിയാവുന്നത്? ഇപ്പൊ നമ്മുടെ നാട്ടില്, നമ്മുടെ ജീവിത ശൈലിയിലൊക്കെ പലപ്പോഴും വലിയ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് വിലായത്തിന്റെ പദവി എന്ന് പറഞ്ഞ കുറെ പുറംപൂച്ചുകളാണ്. അവർക്ക് പ്രത്യേകമായ വസ്ത്രധാരണം, അവര് സാധാരണയൊക്കെ പറയാറുള്ളത് പോലെ ഒരു അയലൊന്നായിട്ട് പിന്നെ തോളിലോടിട്ട് നടക്കുന്ന ചില മക്കാമുകളുമായി ബന്ധപ്പെട്ടൊക്കെ കാണാൻ കഴിയും ചില ആളുകൾ. മമ്പുറത്ത് പോയാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മക്കാമുകളിലൊക്കെ ചെന്നാൽ കുറെ കൈ നിറയെ മോതിരം, അടുത്ത കാലത്തൊന്നും കുളിച്ചിട്ടുണ്ടാവില്ല, താടി മുടിയൊന്നും വെട്ടാതെ, അഥവാ ഇവര് ഞങ്ങൾക്ക് ദുന്യാവേറ്റൊന്നും ബന്ധമില്ല എന്ന അർത്ഥത്തിൽ കൃത്യമായി നിസ്കരിക്കാൻ പോലും തയ്യാറാവാം ജീവിക്കുന്ന കുറെ ആളുകൾ സമൂഹത്തിൽ വലിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സത്യത്തിൽ ആരാണ് വലിയ? എന്തായിരിക്കണം ഒരു വലിയനുണ്ടാവേണ്ടത്? ഇതിനെക്കുറിച്ച് മഹാന്മാരായ ഇമാമിങ്ങൾ, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്തായിരിക്കണം ഒരു വലിയനുണ്ടാവേണ്ട പ്രത്യേകത, എങ്ങനെയായിരിക്കണം ഒരു വലിയ. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി തആല, പ്രധാനമായിക്കൊണ്ടും അള്ളാഹുവിനെ കുറിച്ച് ശരിക്ക് അറിഞ്ഞവൻ, ഹസ്ബമായും കഴിവിന്റെ പരമാവധി കിട്ടാവുന്നിടത്തോളം ശേഖരിച്ച് കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ കുറിച്ച് ശരിയായ രീതിയിൽ അറിഞ്ഞവൻ. അള്ളാഹുവിനെ കുറിച്ച് നന്നായി അറിയണം, അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട സിഫാത്തുകളെ കുറിച്ച്,
അള്ളാഹുവിലുള്ള ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ കഴിയുന്ന, അവന്റെ സംശയങ്ങളെ ദൂരീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അറിവ് ഈ വ്യക്തിയിൽ ഉണ്ടാവണം. അൽ മുവാളിബു അല ത്വാഅത്തി, ആരാധനാ കർമ്മങ്ങളിൽ കർമ്മനിരതരാവണം. ആരാധനാ കർമ്മങ്ങളിൽ കർമ്മനിരതരാവണം. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു, കുറെ ഇങ്ങനെയുള്ള ആളുകൾ കൃത്യമായി നിസ്കരിക്കില്ല. ഇപ്പോ ഞങ്ങളാ ഭാഗത്തൊക്കെ കുറെ ആളുകൾ, കണ്ണൂർ ജില്ലയിലുള്ള പണ്ട് മഹാനായ ശംസുൽ ഉലമ, ഒരു വലിയനെ തിരിച്ചറിയാൻ കഴിയൂ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞങ്ങളെ തൊട്ടടുത്തുള്ള ഒരു മക്കാമുണ്ട്, മഹാനായ അലവി മുസ്ലിയാർ ഉപ്പാപ്പ എന്ന് പറയും, നവ്വറല്ലാഹു മർഖദ. ആളുകളൊന്നും ശ്രദ്ധിക്കപ്പെടാതെ, സിയാറത്തൊന്നും കാര്യമായ സൗകര്യമില്ലാത്ത ഒരു മക്കാമായിരുന്നു. കുറച്ചാളുകളൊക്കെ അദ്ദേഹം ധാരാളം കിതാബുകൾ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് എഴുതിയിട്ട്, കുറെ കിതാബുകൾ ഇന്നും കൈയെഴുത്ത് പ്രതിയായിട്ട് അവിടെ ആ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കുറെ കിതാബുകളൊക്കെ അവിടെ വരുന്ന മുദരിസ്മാര് കുഴപ്പമില്ലാന്ന് കാണുമ്പോൾ അവരങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഒരു വലിയ മഹാനായിരുന്നു. പക്ഷെ ആളുകൾ, ഞങ്ങളെ നാട്ടുകാരായ പലർക്കും അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അത്ഭുത സിദ്ധികൾ പോലും അറിയില്ലായിരുന്നു. ഒരിക്കൽ മഹാനായ ശംസുൽ ഉലമയാണ് അവിടെ വന്ന്, ശംസുൽ ഉലമ വഫാത്താവുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ വന്നു. പള്ളിയിൽ വന്ന്, ആദ്യം പള്ളിയിൽ വന്നിട്ട്, ആരാണ് ഇവിടുത്തെ പള്ളിയിലെ കാരണവന്മാരെന്ന് ചോദിച്ചു. കമ്മിറ്റിയിലെ മുത്തവല്ലിയ. അങ്ങനെ മുത്തവല്ലിമാരായ 2-3 ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ മക്കാമ് അവിടെ ആളുകൾക്ക് സിയാറത്തിന് സൗകര്യം ഇട്ടു, ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാക്കാം, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് മഹാനവറുകളെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ, അന്ന് അവിടെ ഉണ്ടായിരുന്ന മുദരിസിന് മഹാനവറുകളെ കുറിച്ചുള്ള കുറെ അത്ഭുത സിദ്ധികൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന കുറെ കറാമത്തുകളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ശംസുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരമാണ് മഖാമ് വിപുലമായ രീതിയിൽ വിപുലപ്പെടുത്തിയതൊക്കെ. വലിയ അസറുള്ള, ധാരാളം ആളുകളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം തേടിക്കൊണ്ട് ആളുകൾ വരുന്ന ഒരു വലിയ മഖാമായി കൊണ്ട് ഇന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ മഹാനായ ശംസുൽ ഉലമ ഈ കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടിയിലുള്ള ഒരാളെ, അദ്ദേഹത്തെ കുറിച്ച് തവള ശൈഖ് മുമ്പ് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. തവള ശൈഖ് എന്ന് പറയാൻ കാരണം ഇദ്ദേഹം കിണറ്റിലിറങ്ങിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞു. കിണറ്റിലിറങ്ങിയിരിക്കുന്നു. അപ്പൊ അത് ശംസുൽ ഉലമയെ കുറിച്ചോട് ആരോ ചെന്നിട്ട് പറഞ്ഞത്രേ, ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരു വലിയ ആളാണെന്ന് പറഞ്ഞപ്പോ, ഓൻ തവള ശൈഖാടാണ്. ഇപ്പോ ഞങ്ങളാ ഭാഗത്തുനിന്നൊക്കെ ധാരാളം ആളുകൾ ഇദ്ദേഹത്തിന്റെ അടുക്കൽ പോകുന്ന ആളുകളൊക്കെ അവിടെ ചെന്നാൽ തന്നെ, ചെന്ന ഉടനെ എന്താന്റെ പേര്, മൊയ്തീൻ എന്ന് പറഞ്ഞാൽ ഇനി മുതൽ മൊയ്തീൻ അല്ല, മൊയ്തീൻ ഖാദിരിയാണ്. അപ്പൊ ഇവര് പരസ്പരം അങ്ങനെ അഭിസംബോധന ചെയ്യുന്ന ഖാദിരി എന്ന പേരിലാണ്. അങ്ങനെ ഓരോ ആര് ചെന്നാൽ അപ്പൊ ഖാദിരി. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത അന്വേഷിച്ചപ്പോ ഇദ്ദേഹം ളുഹ്റും അസ്റും നിസ്കരിക്കാറില്ല. ളുഹ്റും അസ്റും ഇല്ല. മഗ്രിബ് ജമാഅത്തായിട്ട് നിസ്കരിക്കും. ഇശാ മുമ്പ് നിസ്കരിക്കാറുണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അത് വാതിലടച്ചിട്ട് റൂമിന്റെ ഉള്ളിൽ നിന്നാണ്. സുബഹിക്ക് അദ്ദേഹം എണീക്കാറില്ല. മഗ്രിബ് ജമാഅത്തായിട്ട് നിർബന്ധമാണ്. അത് എങ്ങനെ? അദ്ദേഹത്തിന്റെ വലതു ഭാഗത്ത് പുരുഷന്മാരും ഇടതു ഭാഗത്ത് സ്ത്രീകളും. നേരെ കണ്ട ഒരാൾ ഇദ്ദേഹത്തിന്റെ അടുക്കൽ പോയി, നമ്മളൊരു പിന്നെ മതപരമായ കാര്യങ്ങൾ വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കുറെ സുഹൃത്തുക്കൾ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി അദ്ദേഹത്തിന്റെ പേര് മൊയ്തീനാണ്, ഞാൻ ഖാദിരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ സിൽസിലയും അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ അടങ്ങിയ, അദ്ദേഹത്തിന്റെ ഖലീഫമാരെ ഫോട്ടോ അടങ്ങിയ നല്ല കളർ ഫോട്ടോകളൊക്കെ എനിക്ക് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാനും ഇതിൽ അങ്ങായിട്ടുണ്ട്, ഇന്നതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇപ്പോ എന്നിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയാ അവിടുത്തെ അവസ്ഥ? അപ്പൊ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത്, ഫസ്റ്റ് ദിവസം പോയ സമയത്ത് കോഴിക്കോട് ജില്ലയിൽ കുഞ്ഞിപ്പള്ളി എത്തിയപ്പോ, കണ്ണൂരിലേക്ക് പോവാണ് വണ്ടിയിട്ട്, കുഞ്ഞിപ്പള്ളിയിൽ എത്തിയ സമയത്ത് പിന്നെ എന്റെ കൂടെയുള്ള ആളുകൾക്കൊന്നും നിസ്കരിക്കുന്ന വിഷയം തന്നെ പറയുന്നില്ല, ളുഹ്ർ ഖളാൻ കുറഞ്ഞ സമയമുള്ളൂ. അപ്പൊ ഞാൻ കുഞ്ഞിപ്പള്ളിയിൽ എത്തിയപ്പോ ഞാൻ അവിടെ നിർത്തിയിട്ട് ഞാൻ മൂത്രമൊഴിച്ച് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ നിസ്കരിച്ചു പോന്നു. അവരാരും നിസ്കരിക്കാൻ വന്നില്ല. അപ്പൊ ഞാൻ വണ്ടിയിൽ എത്തിയതിനു ശേഷം അസർ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ നിസ്കരിക്കുന്നില്ല എന്ന് ചോദിച്ചു. അത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ എത്തി.
അവിടെ ചെന്നു. അസർ നിസ്കാരത്തിന്റെ സമയമായി, കൂടെയുള്ള ആളുകൾ ആരും നിസ്കരിച്ചിട്ടില്ല. അവിടെ അന്വേഷിച്ചപ്പോൾ ഷെയ്ഖും നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ മഗ്രിബ് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. അങ്ങനെ വലത്തെ ഭാഗത്ത് പുരുഷന്മാരും ഇടത്തെ ഭാഗത്ത് സ്ത്രീകളായിട്ട് ഒറ്റ സുഫ്. ഒരു സുഫില് ഷെയ്ഖിന്റെ വലത്തെ ഭാഗത്ത് പിന്നെ പുരുഷന്മാരും സ്ത്രീകളൊക്കെ ആയിട്ട് ഇടകലർന്ന് നിസ്കരിച്ചു. ഷെയ്ഖിന്റെ അടുത്ത് ധാരാളം ആളുകൾ വരും. അങ്ങനെ സത്യത്തിൽ ഈ പറഞ്ഞ ആള് ഇദ്ദേഹത്തിന്റെ ഷെയ്ഖാണ്, നമ്മുടെ ആലുവയിലുള്ള ഷെയ്ഖിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞു. ഏതായാലും അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ല. എന്നാലോ ഇദ്ദേഹത്തിന്റെ കറാമത്ത് ഇങ്ങോട്ട് പറഞ്ഞാൽ പല കറാമത്തുകളും. ഒരു കറാമത്ത് പറഞ്ഞത്, ഇങ്ങോട്ടോ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഷെയ്ഖിന് ഫോൺ വന്നു. ഷെയ്ഖ് പറഞ്ഞു ഉടനെ വണ്ടി നിർത്തണം. വണ്ടി നിർത്തി ഫോണിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ മുന്നിലൊരു മല അങ്ങോട്ട് ഇടിഞ്ഞു കൊണ്ടു. ആ ഷെയ്ഖിന്റെ ഒരു കറാമത്താണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ ഇല്ലാ കഥകളൊക്കെ പ്രചരിപ്പിക്കുന്ന. എന്നിട്ട് അദ്ദേഹത്തിന് വലിയ ഉന്നതമായ പദവി, അതായത് ഷെയ്ഖിനുമായി അങ്ങ് ബന്ധപ്പെട്ടിട്ട് പിന്നെ ബൈഅത്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, പിന്നെ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. സ്വർഗത്തിന്റെ വാതിൽക്കൽ വലത്തെ ഭാഗത്ത് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ ഉണ്ടാകും, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, വലത്തെ ഭാഗത്തേക്ക് ആദ്യം എത്തിയിട്ട് വേണ്ടേ? അപ്പൊ ഇങ്ങനത്തെ കുറെ ആളുകൾ. അപ്പൊ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അൽ മുവാദിബു അല ത്വാഅതി, ആരാധനാ കർമ്മങ്ങളിൽ കർമ്മനിരതരാവണം. നിരന്തരം ആരാധനാ കർമ്മങ്ങളെ കൊണ്ട് സുന്നത്തായ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ. ഒരു ഉന്നതമായ പദവിയിലെത്തിയാൽ സുന്നത്തായ കാര്യങ്ങൾക്ക് പലപ്പോഴും അവർക്ക് ഫർളിന്റെ ആ അവസ്ഥയിലെത്തുന്ന, ഇബാദത്തിന്റെ കാര്യത്തിൽ വളരെ കണിശമായ നിലപാടെടുക്കുന്നവർ, നമ്മുടെ മുൻകഴിഞ്ഞ മഹാന്മാരൊക്കെ. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ വന്ദ്യരായ അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു തആല ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാവട്ടെ. മഹാനവറുകൾ ജീവിതത്തിൽ സുന്നത്തിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന മഹാൻ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. നേരിട്ട് കാണാൻ കഴിയുന്ന ആളുകൾക്ക് നേരിട്ട് കാണാൻ കഴിയും. വളരെ സൂക്ഷ്മത സുന്നത്തായ കാര്യത്തിൽ. അപ്പൊ ഇതായിരിക്കണം യഥാർത്ഥ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ. ഇബാദത്തിന്റെ കാര്യത്തിൽ വളരെ കർശന ബുദ്ധി ശീലിക്കുന്നവർ. അൽ മുജ്തനിബു അനിൽ മആസി, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾ, ഹറാമായ കാര്യങ്ങളിൽ നിന്ന്, മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന ആളുകൾ. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞ ഈ കണ്ണൂർക്കാരനായ ഷെയ്ഖിന്റെ അവസ്ഥ, സ്ത്രീകളായ ആളുകൾ കയ്യിന് വേദന എന്ന് പറഞ്ഞാൽ എന്നാ കൈ ഇങ്ങോട്ട് പൊക്കിക്കാന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കും. ഹറാമായ അന്യ സ്ത്രീകളെ സ്പർശിക്കുകയും അവരെ കാണുകയും ചെയ്യുന്നവൻ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ. അൽ മുഈദു അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാത്തി വശഹവാത്ത്, ശരീരത്തിന്റെ താല്പര്യങ്ങളിൽ നിന്ന് പരമാവധി വെടിഞ്ഞു നിൽക്കുന്നവർ. സാമ്പത്തികമായ കാര്യങ്ങൾ അവർക്ക് അതിനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. മഹാനായ നമ്മുടെ ഈശ്വരി ഉസ്താദിനെ കുറിച്ച് നമുക്കറിയാം. പണം ഇഷ്ടം പോലെ കയ്യിൽ കിട്ടും. അത് ഒരു വഴിയിലൂടെ കിട്ടുന്നത് മറുവഴിയിലൂടെ അങ്ങോട്ട് പോകും. വളരെ പ്രധാനമായിക്കൊണ്ടും നമ്മുടെ പഴയകാല ഉസ്താദുമാരൊക്കെ പറയാറുണ്ട്, ഒരുവിധ ആളുകളൊക്കെ സൂക്ഷിച്ചാൽ അവരെ പണത്തിന്റെ കാര്യത്തിലുള്ള അവരുടെ ബന്ധം. പണം കയ്യിൽ കിട്ടുമ്പോ അറിയാം അവരുടെ സ്വഭാവം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തി സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നവർ. ഇതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഈ ഔലിയാക്കളുടെ നേതാവായിരുന്നു മഹാനായ ഗൗസുൽ അഅ്ലം മുഹ്യിദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ആത്മീയമായ ഔന്നിത്യത്തിന്റെ കാരണം തന്നെ മഹാന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിതാവിന്റെ ഒരു അനുഭവം നമുക്കൊക്കെ അറിയാം. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിളിന്റെ ചരിത്രം.